ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 4-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്ന് നാം ചിന്തിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സഭയായി നാം ചിന്തിക്കുന്നതായിട്ടുള്ള ചിന്താവിഷയം സകലരെയും ഉൾക്കൊള്ളുവാനുള്ള വിളി, കോൾ ടു ബി ഇൻക്ലൂസീവ്. അനേക നിലവിളികൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ നാം എപ്രകാരമാണ് പ്രതികരിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുവാനായിട്ട് കഴിയും? ആ പ്രശ്നത്തിൽ എന്ത് നിലപാടാണ് നാം എടുക്കേണ്ടത് എന്നും, ആ പ്രശ്നത്തിൽ ആരാണ് നമ്മെ സഹായിക്കുവാൻ മതിയായവൻ എന്നും ഉള്ളതും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ വേദഭാഗത്ത് യേശു കർത്താവിൻ്റെ അടുക്കൽ ഹൃദയഭാരവുമായി കടന്നു വന്ന കനാന്യ സ്ത്രീയുടെ സംഭവമാണ് വിവരിക്കുന്നത്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു സംഭവമാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. കഠിനമായ രോഗത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സ്വന്തം മകളുടെ രോഗസൗഖ്യത്തിനായിട്ടാണ് യേശുവിനെ സമീപിക്കുന്ന ഈ കനാന്യ സ്ത്രീയുടെ ചിത്രം നമ്മെ എല്ലായ്പ്പോഴും ചിന്തിപ്പിക്കുന്നതാണ്. അവളുടെ വിശ്വാസവും അവളുടെ പ്രത്യാശയും ഒക്കെ ഈ ഭാഗത്ത് നമ്മെ വളരെയേറെ വെല്ലുവിളികൾ നിരത്തുന്ന അനുഭവമാണ്. കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിൻ്റെ 3 പ്രധാന വശങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഒന്ന്, കനാന്യ സ്ത്രീയുടെ ബോധ്യം. അവൾ ഒരു വിദേശ സ്ത്രീ ആയിരുന്നു. അവളുടെ ജീവിത പശ്ചാത്തലത്തിൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ പ്രഭുക്കന്മാരിലുള്ള അവരുടെ ആശ്രയം, എന്നാൽ എല്ലാ പ്രഭുക്കന്മാരുടെയും ആശ്രയങ്ങളിൽ നിന്ന് അവൾക്ക് ഒരു സൗഖ്യമോ ഒരു സമാധാനമോ സന്തോഷമോ ലഭിച്ചിരുന്നില്ല. എന്നാൽ നാം ഇവിടെ കാണാൻ കഴിയുന്നു, അവൾ യേശു കർത്താവിൻ്റെ അരികിൽ വന്ന് കർത്താവേ എന്ന് വിളിക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നുണ്ട്. അവൾ യേശുവിനെ അഭിസംബോധന ചെയ്യുന്നതും മൈ ലോർഡ് എന്നാണ്. അപ്രകാരം പ്രഭുക്കന്മാരുടെ പ്രഭുവായ ക്രിസ്തുവിൽ അവൾ അംഗീകരിക്കുകയും ആ ക്രിസ്തുവിലുള്ള ആശ്രയം അവൾ ഉറപ്പിക്കുകയും ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അവൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. രണ്ടാമതായിട്ട്, കനാന്യ സ്ത്രീയുടെ വിശ്വാസ പ്രഖ്യാപനം. അവൾ യേശുവിനെ ദാവീദ് പുത്ര എന്ന് അഭിസംബോധന ചെയ്യുകയാണ്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഹോശന്ന ദിവസമാണ് യേശുവിനെ ദാവീദ് പുത്ര എന്ന് ജനസമൂഹം വിളിക്കുന്നത്. എന്നാൽ അതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ ബർത്തിമായും ഈ കനാന്യ സ്ത്രീയും ദാവീദ് പുത്ര എന്ന് ക്രിസ്തുവിനെ അറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അവരുടെ കേട്ടറിവാണ് ഇത്തരത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് അവളെ നയിച്ചത് എന്ന് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയും. ഇത് അവരുടെ ആഴമുള്ള വിശ്വാസത്തിൻ്റെ അടയാളമായിട്ടും നമുക്ക് ദർശിക്കാവുന്നതാണ്. മൂന്നാമതായിട്ട്, കനാന്യ സ്ത്രീയുടെ വിശ്വാസത്തിലെ അർപ്പണം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും.
ആത്മീയ ജീവിതം ഒരു എളുപ്പ മാർഗമല്ല. ഇവിടെ നാം കാണുമ്പോൾ യേശു കർത്താവ് തന്നെ ആദ്യം മൗനം പാലിച്ചതായിട്ട് കാണാം. 2, ശിഷ്യന്മാർ അവളെ പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് യേശു അവളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതായിട്ടും കാണാൻ കഴിയും. എന്നാൽ ഈ പരീക്ഷകളെയൊക്കെ സമചിത്തതയോടുകൂടെ നേരിടുവാൻ ഈ കനാന്യ സ്ത്രീക്ക് സാധിച്ചു എന്നതാണ് ഈ ഭാഗത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത എന്ന് കാണുന്നത്. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തുമ്പോൾ യേശു കർത്താവ് തന്നെ അവിടെ വിശ്വാസത്തെ പ്രശംസിക്കുന്നുണ്ട്. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത് എന്ന് പറയുന്നുണ്ട്. നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ കാനായിലെ കല്യാണ വീട്ടിൽ സ്വന്തം അമ്മ മറിയത്തെ അഭിസംബോധന ചെയ്തതുപോലെ തന്നെയാണ് ക്രിസ്തുവും ഈ സ്ത്രീയെ അഭിസംബോധന ചെയ്യുന്നത്. 15-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് പരീശന്മാരെ കപടഭക്തിക്കാരെ എന്ന് വിളിക്കുന്നുണ്ട്. ശിഷ്യന്മാരെ അല്പവിശ്വാസികളെ എന്ന് വിളിക്കുമ്പോൾ വിശ്വാസത്തിൽ ഒരു പാരമ്പര്യവും പറയാത്ത ഈ കനാന്യ സ്ത്രീയെ യേശു വലിയ വിശ്വാസത്തിൻ്റെ ഉടമ എന്ന് അഭിസംബോധന ചെയ്തതായിട്ട് നാം കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാലഘട്ടത്തിൽ യേശുവിലുള്ള ആഴമായ വിശ്വാസത്തിൻ്റെ ഉടമകളാകുവാൻ നമുക്ക് ഈ നാളുകളിൽ കഴിയേണ്ടത് ആവശ്യമാണ്. യേശു ഈ ഭാഗത്ത് സമീപിക്കുന്നത് പോലെ കനാന്യ സ്ത്രീയുടെ ജീവിതാനുഭവം നമ്മെ പഠിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം, യേശു കർത്താവിൻ്റെ അതിരുകൾക്കപ്പുറമായ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ എന്നെയും നിങ്ങളെയും ദൈവം ആഹ്വാനം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ സ്ഥിരതയുണ്ടെങ്കിൽ ദൈവം തീർച്ചയായിട്ടും മറുപടി നൽകും. ദൈവരാജ്യം എന്നത് സകലരെയും ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണ്. വിഭാഗീയത വെടിഞ്ഞ്, വിദ്വേഷം വെടിഞ്ഞ് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഈ നാളുകളിൽ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.